സംസ്ഥാനത്തെ നെൽകർഷകർക്ക് പ്രതീക്ഷ. സംഭരിച്ച നെല്ലിന്റെ പണം 10 ദിവസത്തിനുള്ളിൽ നൽകുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. കർഷകർ ഇന്ന് മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് ഈ ഉറപ്പ് ലഭിച്ചത്. സഹകരണ ബാങ്ക് വഴി പണം നൽകുന്ന രീതി ഇനി മുതൽ ഉണ്ടാകില്ല. പൂർണ്ണ പ്രതീക്ഷ എന്നാണ് കർഷകർ 24-നോട് പറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നെൽകർഷകർ സംസ്ഥാനത്ത് അനുഭവിക്കുന്ന ദുരിതങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, മുഖ്യമന്ത്രിയെ കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് നെൽകർഷകരുടെ പ്രതിനിധികൾ നിയമസഭയിലേക്ക് എത്തിയത്. മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഒഴികെ കൃഷി വകുപ്പ് മന്ത്രി, ജലസേചന വകുപ്പ് മന്ത്രി അടക്കമുള്ളവരെ കണ്ടെന്ന് മനസ്സിലാക്കുന്നു. മന്ത്രിമാരെ കണ്ടു. മന്ത്രിമാരുമായി കണ്ട് നിവേദനം കൊടുത്തു. അവരുമായിട്ട് ഈ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് പാലക്കാട് ജില്ലയിൽ തന്നെ 500 ലോഡ് നെല്ലെടുക്കാനുണ്ട്, 400 കോടി രൂപ കൊടുത്തു തീർക്കാനുണ്ട്. ഇത് അടിയന്തരമായി എടുക്കണമെന്നുള്ളത് പറഞ്ഞു. 10 ദിവസത്തിനകം അതെടുത്ത് മാറ്റാമെന്നും ആ പൈസ കൊടുത്തു തീർക്കാമെന്നും മന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. കൂടാതെ നിലവിൽ ഇനി സംഭരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലുള്ള പോലെ തന്നെ സംഭരിക്കുക കോപ്പറേറ്റ് ബാങ്ക് മുഖാന്തരം അല്ല നാഷണലൈസ്ഡ് ബാങ്ക് മുഖാന്തരം പഴയ ബാലൻസ് അവർക്ക് പൈസ കൊടുക്കും. അതോടൊപ്പം തന്നെ പഴയ രീതിയിലുള്ള സംഭരണം നടത്തിക്കൊണ്ടു പോവുക എന്നുള്ള രീതിയിലാണ് ഉറപ്പ് തന്നിരിക്കുന്നത്. ഏതൊക്കെ മന്ത്രിമാരെ കാണാനായത്? കൃഷിമന്ത്രിയെ കണ്ടു, ജലസേചന വകുപ്പ് മന്ത്രിയെ കണ്ടു, വനം വകുപ്പ് മന്ത്രി, സിവിൽ സപ്ലൈസ് മന്ത്രി. ഇവർ 4 കൂട്ടരെയും ഞങ്ങളെ കണ്ടു. അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ഞങ്ങൾക്ക് ഉറപ്പാണ് തന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാൻ മന്ത്രിമാർ മുന്നിലുണ്ടാവും. നിങ്ങൾ കർഷകരായിട്ടുള്ള നിങ്ങൾ പിന്നാലെ നിന്നാൽ അത് നമുക്ക് എല്ലാം നടത്തിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഞങ്ങളത് സ്വീകരിക്കുന്നു. ഞങ്ങൾക്കത് വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്നത്. കുടിശ്ശിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 400 കോടി രൂപ പാലക്കാട് ജില്ലയിലുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചാൽ കൊടുക്കാനേ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വിഷയം പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം. വിഷയം പരിഹരിക്കപ്പെടുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ മന്ത്രിമാരെ കണ്ടു ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത്. താങ്ങുവിലയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ളതിൽ ഇപ്പോൾ 30 രൂപയ്ക്കാണ് താങ്ങുവില സംഭരണം നടത്തുന്നത്. അത് 40 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, താങ്ങുവില വർദ്ധിപ്പിക്കൽ. അതുപോലെ തന്നെ ജലസേചന മന്ത്രിയെ കണ്ടിട്ട് ഈ വളരെ കാലമായിട്ട് നീണ്ടുകിടക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പറമ്പിക്കുളം ആളിയ ജലവൈദ്യുത പദ്ധതി കരാർ, ഇൻഡർസ്റ്റേറ്റ് കരാർ. അത് പുതുക്കുന്നില്ല. നമുക്ക് ആവശ്യപ്പെട്ടതായിട്ട് 7.25 TMC വെള്ളം ഇന്ന് വരെ കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം തമിഴ്നാട് ഗവൺമെൻറ് തന്നിട്ടില്ല. അപ്പോൾ അതൊന്ന് റിവ്യൂ ചെയ്യാൻ 60 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഗവൺമെൻറ്റെങ്കിലും അതൊന്ന് റിവ്യൂ ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വന്യജീവി ഈ കാട്ടാന ശല്യത്തിൻ്റെ കാര്യമൊക്കെ CB വിജയൻ മിനിസ്റ്ററോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാന്നുള്ള രീതിയിലുള്ള മുഖ്യമന്ത്രിയെ കാണും ഉടനെ അല്ലേ? വൈകാതെ കാണും. 10 ദിവസം കഴിഞ്ഞ് റിസൾട്ട് ഉണ്ടായില്ല പറഞ്ഞ് മുഖ്യമന്ത്രി നേരിട്ട് കാണും. അത്തരത്തിൽ പ്രതീക്ഷയോടെയാണ് നെൽകർഷകർ ഇന്നിപ്പോൾ നിയമസഭയ്ക്ക് പുറത്തേക്ക് വരുന്നത്. 10 ദിവസത്തിനുള്ളിൽ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ പരിഹാരം കാണാമെന്നൊരു ഉറപ്പാണ് നിലവിൽ മന്ത്രിമാർ നൽകിയിരിക്കുന്നത്. അതിനുശേഷം അത്തരം ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രിയെ കാണണമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.